ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രീതു സനീഷ്. ഞാൻ എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. ഞാൻ അത്ര വലിയ അറിവൊന്നും എനിക്കില്ല. പക്ഷേ എൻ്റെ അറിവ് വെച്ച്, ചെറിയൊരു അറിവ് വെച്ച് ഞാൻ എങ്ങനെയാണ് എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഞാൻ എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ആപ്പ് എന്ന് പറയുന്നത് വീഡിയോ മേക്കർ, വീഡിയോ ഗുരു. വേർ ഇസ് ദ ആപ്പ്? എവിടെ പോയി? യെസ്, ദിസ് വൺ, വീഡിയോ മേക്ക്. ഇനി നിങ്ങൾക്ക് ചെയ്യാവുന്നത്, ഇപ്പോൾ ഞാനിത് എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോ ആണ്. ഇപ്പോൾ ഞാനിതൊരു എക്സാമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു വീഡിയോ ആണ് ഞാൻ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഏതൊക്കെ വീഡിയോസാണ് ഇതിൽ ആഡ് ചെയ്യണം എന്നുള്ളത് ഓൾറെഡി ഞാനിത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തു. ഇനി എനിക്കിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുത്തത്. അത് ഞാനിവിടെ സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഇവിടെ സ്പ്ലിറ്റ് ഓപ്ഷൻസ് ഉണ്ട്. അതിനുശേഷം സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ പ്ലസ് ചെയ്ത് ഞാൻ 2 വീഡിയോസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു വീഡിയോ, അതുപോലെ തന്നെ ഇതൊരു വീഡിയോ. അങ്ങനെ 2 വീഡിയോസ് ആഡ് ചെയ്ത് പിന്നെ ഞാൻ ബാലൻസ് ഉള്ള എൻ്റെ വോയിസ് കൂടി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൂടി ബാലൻസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്ക്, എക്സാമ്പിൾ ഷുഗർ അവോയ്ഡ് ചെയ്യുന്നതും ആള് തന്നെയാണ് ആഡഡ് ഷുഗർ അടങ്ങിയിട്ടുള്ള സോഫ്റ്റ് ഡ്രിങ്ക് പ്രൊമോട്ട് ചെയ്യുന്നതും. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? റിയൽ ലൈഫും രണ്ടും രണ്ടാണല്ലേ. അപ്പോൾ അവിടെ ഷുഗർ എന്താണ്, ഇവിടെ കുറച്ച് പിക്ചേഴ്സ് വരുന്നുണ്ട്. അതിനുവേണ്ടി ഈ പിപ്പ് എന്നാണോ PIP എന്ത് സംഭവം എന്നറിയില്ല. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പിക്ചേഴ്സ് ഇവിടെ ഉണ്ടാവും. ആ ഓരോ പിക്ചേഴ്സ് ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. അത് ഏത് രീതിയിൽ വേണമെങ്കിലും എനിക്ക് ഫുള്ളായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ സൈഡിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എനിക്കിവിടെ ഇതിൽ ആനിമേഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് രീതിയിൽ വേണമെങ്കിലും ആനിമേഷൻ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു പിക്കും ഓവർലാപ്പ് ചെയ്ത് വരാത്തൊരു രൂപത്തിലിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. കണ്ടോ, ഈ ആരോ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഫുള്ള് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ ആരോ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇത്രയും അതൊക്കെ നമ്മളുടെ ഐഡിയ അനുസരിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഒന്നിൽ കൂടുതൽ പിക്ക് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടെ തന്നെ പ്ലസ് ആഡ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പിക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അതെല്ലാതും കാണുന്ന വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഇവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ടെക്സ്റ്റ് എടുക്കുക. നമുക്ക് ഏത് ഫോണ്ട്, ഏത് കളർ, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. ഇവിടെയും പല ആനിമേഷൻസും എഫക്റ്റുകളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ വരുന്ന പിക്ചേഴ്സിൽ നമുക്ക് എഫക്റ്റ് കൊടുക്കണമെങ്കിൽ ഇവിടെ എഫക്റ്റ് എടുക്കാം. ഇവിടെ പലതരത്തിലുള്ള എഫക്റ്റുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിതൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി, അവിടെ എഫക്റ്റ് വരും. അപ്പോൾ ഏതൊരു എഫക്റ്റ് വേണമെങ്കിലും നമ്മൾക്ക് അവിടെ ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ മ്യൂസിക് ആഡ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ മ്യൂസിക് നമുക്ക് ആഡ് ചെയ്യാം. അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വീഡിയോയുടെ മ്യൂസിക് വേണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ലോക്കൽ മ്യൂസിക്കും പലതരത്തിലുള്ള എഫക്റ്റുകളും ഇനി വോയിസ് ഓവർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ റെക്കോർഡും എല്ലാതും ഈ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ എൻ്റെ അറിവനുസരിച്ച് ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ചെയ്യാറുള്ളത്. അതുപോലെ ഫിൽറ്ററും, ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും നേച്ചുറൽ ഫിൽറ്റർ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കണമെങ്കിൽ അങ്ങനെ എല്ലാ തരത്തിലുള്ള ഫിൽറ്റേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ ടെക്സ്റ്റും അവൈലബിൾ ആണ്. അപ്പം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഈ ഒരു ആപ്പാണ് കേട്ടോ. താങ്ക്